മന്ത്രിയുടെ തള്ളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനലിന്റെ ടൈറ്റിൽ ഇട്ടിട്ട് എന്റെ കുറെ സംഭാഷണങ്ങൾ ഇവർ കാണിക്കുകയുണ്ടായി. അപ്പോൾ ഞാനത് ആ ടൈറ്റില് പിന്നീട് കണ്ടപ്പോൾ എനിക്ക് രസമായിട്ട് തോന്നി. ഏതായാലും ഇങ്ങനെ തള്ളിമറിക്കുവാൻ വേണ്ടി കഴിവുള്ള ആളുകൾ കേരളത്തിൽ അപൂർവമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഇത്തരം തള്ളുകൾ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നവും കൂടിയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഈ കഴിഞ്ഞ ദിവസം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേരളത്തിലെ KSRTC ജീവനക്കാരെല്ലാം രാവിലെ ഒരു 1 ലിറ്റർ അടിച്ചിട്ടാണ് ജോലിക്ക് കയറുന്നത് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കത്തക്ക രീതിയിൽ, അതായത് KSRTC ജീവനക്കാരെ സമൂഹത്തിന്റെ മധ്യത്തിൽ, അതായത് ഇവന്മാർ മൊത്തത്തിൽ കൊള്ളുവരാത്തവന്മാരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. ഏതായാലും വളരെ നല്ല കാര്യം. അടുത്ത ഇടയ്ക്ക് നല്ലൊരു ഇടപെടൽ അദ്ദേഹം നടത്തി. കാരണം എറണാകുളം ഡിപ്പോയിലെ എനിക്കറിയാവുന്ന ഒരു നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ മർദ്ദിച്ചു. ഏതായാലും മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു, വളരെ കൃത്യമായ രീതിയിൽ പ്രതിയെ പിടിച്ചു, റിമാൻഡ് ചെയ്തു. അതിന് മന്ത്രിക്ക് പ്രത്യേക അഭിനന്ദനങ്ങളുണ്ട്. കാരണം ഞാൻ എല്ലാ കാര്യത്തിലും എതിര് പറയുന്നതല്ല, മന്ത്രി ആ കാര്യത്തിൽ വളരെ നല്ലപോലെ ഇടപെട്ടു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ തള്ളുകൾ അസഹനീയമായി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ 1-2 കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ കാണിക്കാം. സുരക്ഷിതമായ യാത്ര എന്ന ലക്ഷ്യം KSRTCയിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമാണെന്നും സമയത്തിന് എത്തുമെന്നും സമയത്തിന് പുറപ്പെടുമെന്നുള്ളൊരു ധാരണയുണ്ടായാൽ ഈ പൊതുഗതാഗതത്തെ ധാരാളം ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, വാഹനങ്ങൾ വാങ്ങി കോവിഡിന് ശേഷം വാഹനങ്ങൾ വാങ്ങി സ്വന്തമായി ഉപയോഗിക്കുന്നവരെ പൊതുഗതാഗതത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആദ്യ ഘട്ടമായിട്ടാണ് ക്യാൻസലേഷൻ മാക്സിമം കുറച്ചു, മാക്സിമം വണ്ടി റോഡിലിറക്കി. അതുകൂടാതെ ഈ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്നവരെ 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും, മദ്യപിച്ചുകൊണ്ട് ഡ്യൂട്ടിയിൽ ഇരിക്കുന്നവരെ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാം. 90 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ തിരിച്ചു കയറ്റും. എഴുത്തുകുത്തുകളൊന്നും വേണ്ട, അത് അപ്പോഴത്തന്നെ ഉദ്യോഗസ്ഥർ തിരിച്ചു കയറ്റും. അതേ ഡിപ്പോയിൽ തന്നെ കയറ്റാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പണിഷ്മെന്റ് തുടങ്ങിയപ്പോൾ പല മാധ്യമങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചത് ഒരു ദിവസം 70 പേര് 80 പേര് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ്. ഇത് KSRTCയിൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് നിങ്ങളെല്ലാവരും ധരിച്ചു. പക്ഷേ 27,000 തൊഴിലാളികളുള്ള KSRTCയിൽ ഒരിക്കലും അങ്ങനെ പ്രതിസന്ധി ഉണ്ടാവില്ല. അതിൻ്റെ പേരിൽ ഒരു വണ്ടി ക്യാൻസൽ ചെയ്ത് വന്നിട്ടില്ല. പിന്നെ മൊബൈൽ ഫോൺ സംസാരിച്ച് വണ്ടി ഓടിച്ചാൽ KSRTC ഡ്രൈവറെ എംപാനലാണെങ്കിൽ പിരിച്ചുവിടും, അല്ലെങ്കിൽ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. പലരും 1.5 മണിക്കൂറൊക്കെ മൊബൈൽ സംസാരിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശരിയല്ല. 1.5 മണിക്കൂർ 8 മണിക്കൂർ യാത്രയിൽ 1.5 മണിക്കൂർ ഡ്രൈവർ ഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിലിരിക്കുന്ന 10-60 പേരെയും അതിലുപരി റോഡിൽ നടന്നു പോകുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെയും ജീവൻ വെച്ച് പന്താളാൻ ആരെയും അനുവദിക്കത്തില്ല. അതായത് മന്ത്രി ഇത് ഇവിടെ പറയുന്നത് ഒന്ന് മദ്യപിച്ച കാര്യമാണ്. മദ്യപിച്ച കാര്യത്തിനൊന്നും എതിരില്ല. മദ്യപിച്ചവരെ നമുക്ക് എന്ത് ചെയ്യണം, സർവീസിൽ തന്നെ നീക്കം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മദ്യപാനത്തിന്റെ അളവിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ കോതമംഗലത്ത് ഊതിച്ചേക്കൂട്ട് മിഷനൊക്കെ കൊണ്ടാണ് പരിശോധിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഏതായാലും മദ്യപിച്ച കാര്യത്തിൽ രണ്ടാമത്തെ ഒരു കാര്യം മന്ത്രി പറയുന്നത്, 1.5 മണിക്കൂറോളം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് 8 മണിക്കൂർ ജോലിക്കിടയിൽ 1.5 മണിക്കൂറോളം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓടിച്ച ഒരു ഡ്രൈവറെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അവറുകളോട് പറയുന്നു, താങ്കൾക്ക് ആ മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയില്ല. കാരണം 1.5 മണിക്കൂർ കേരളത്തിന്റെ വാഹന നിബിഡമായിട്ടുള്ള കേരളത്തിന്റെ തെരുവോരങ്ങളിലൂടെ ഒരു വാഹനവുമായി കടന്നുപോയിട്ടുള്ള ഒരു ഡ്രൈവറെ പിടിച്ച് ശിക്ഷിക്കുന്നില്ല എങ്കിൽ, അവനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക, അവനെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ താങ്കൾ ആ കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുകയാണ്. അതുകൊണ്ട് താങ്കൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. ഇനി അതല്ല, താങ്കൾ ഇത് ആരോ പറയുന്നത് കേട്ടിട്ട് 1.5 മണിക്കൂർ എടുത്തിട്ട് മൊബൈൽ ഫോണിൽ സംസാരിച്ച് വെറുതെ തള്ളിയതാണെങ്കിൽ നിങ്ങൾ ഈ പ്രബുദ്ധരായ കേരള ജനതയുടെ മുമ്പിൽ അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അങ്ങയോട് പറയാനുള്ളത്. KSRTC അപകടങ്ങൾ കുറച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യം എന്നാണ്. ഇതിന്റെ 2 ഗുണങ്ങളാണ്. ഒന്ന്, ആളുകൾ മരിക്കുന്നില്ലെന്ന് മാത്രമല്ല, KSRTC കൊടുക്കേണ്ട കോമ്പൻസേഷൻ ഒഴിവായി കിട്ടും അപകടം കുറയുമ്പോൾ. അപ്പോൾ 24 കുറഞ്ഞു എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് രൂപയല്ല, കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് KSRTC ഇതുകൊണ്ടുണ്ടാകുന്നത്. KSRTC ഒരു ദിവസം മാറ്റം വന്ന് KSRTC ഒരു ദിവസം 1 കോടി രൂപയുടെ ഡീസലാണ് കുറച്ചിരുന്നത്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് നിങ്ങൾക്ക് തരാം. കൊറോണ കാലത്ത് തകർന്നുപോയ KSRTC ഈ വർഷം ഈ 3 മാസത്തിനുള്ളിൽ റെക്കോർഡ് കളക്ഷനാണ് നേടിയിരിക്കുന്നത്. കളക്ഷൻ ഉയരുകയാണ്, ഗ്രാഫ് ഉയരുകയാണ്, ഡീസലിൻ്റെ ഉപയോഗം കുറയുകയാണ്. വാഹനങ്ങളിലെ ഏണിങ്സ് പെർ ബസ്സും ഏണിങ്സ് പെർ കിലോമീറ്ററും വർദ്ധിച്ചിട്ടുണ്ട്. ചെറിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്, ഗ്രാഫ് മുകളിലേക്ക് പോവുകയാണ്. പക്ഷേ ഡീസലിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1 കോടി രൂപയുടെ ഡീസൽ എന്ന് പറഞ്ഞാൽ 30 ദിവസം കൊണ്ട് 30 കോടിയുടെ ഡീസലാണ് നമ്മൾ ലാഭിക്കുന്നത്. പ്രതിദിനം 1 കോടി രൂപയുടെ ഡീസൽ ലാഭിച്ചെന്ന് KSRTCയിൽ എന്റെ ഒരു അറിവനുസരിച്ച് 90 കോടി രൂപയ്ക്ക് താഴെ ഉള്ളൊരു ഡീസലാണ് പ്രതിമാസത്തിൽ തുക വേണ്ടി വരുന്നത്. 90 കോടി രൂപ. അതിന് KSRTCയുടെ കണക്കനുസരിച്ച് നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളുടെ എണ്ണത്തിനും ഇലക്ട്രിക് ആക്കിയതൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്ന് കരുതാം. ഏതായാലും പ്രതിമാസം, അതായത് 1 കോടി രൂപയുടെ ഡീസൽ ഒരു ദിവസം ലാഭം വന്നിട്ടുണ്ട് എങ്കിൽ 30 കോടി രൂപ ഒരു മാസം, 30 കോടി രൂപ ഇളവ് വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ 90 കോടി വേണമായിരുന്നു, ഇപ്പൊ 60 കോടി മതിയല്ലോ മന്ത്രി പറഞ്ഞല്ലോ. അപ്പം ഇനി എന്തിനാ സർക്കാർ സഹായം ശമ്പളം കൊടുക്കാൻ സ്വീകരിക്കുന്നത്? നിലവിൽ 30 കോടി രൂപ ഓൾറെഡി മന്ത്രി ലാഭിച്ചിട്ടുണ്ട്.
ആ മന്ത്രി ഈ പറയുന്നതിനെ തെറ്റാ. ഞങ്ങൾ ഇപ്പൊ KSRTC ഡ്രൈവർമാർ എവിടെയെങ്കിലും പോകുമ്പോൾ ഡീസൽ മറച്ചു വെക്കുന്നുണ്ടോ? അതോ ഈ ശമ്പളം കിട്ടാത്തത് കൊണ്ട് ദാഹിച്ച് വെള്ളം മേടിച്ച് കുടിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് വൈകുന്നേരം 2 കപ്പ് ഡീസൽ എടുത്ത് കുടിച്ചിട്ടാണ് വീട്ടിൽ പോകുന്നത്? നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറയാം? സ്വന്തം ജീവനക്കാരെ പൊതുജന മധ്യത്തിൽ അവകാശരാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ്, എന്ത് രാഷ്ട്രീയ ലാഭമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഇനി കേരളീയ പൊതുജന സമൂഹത്തോട് ഞാൻ എന്തോ മലമറിച്ചു എന്നുള്ള ഭാവത്തിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് പ്രതിദിനം 1 കോടി രൂപയുടെ ഡീസൽ ലാഭിച്ചെങ്കിൽ 30 കോടി രൂപ ഓൾറെഡി നിങ്ങളെ പെട്ടിക്കകത്തായില്ലേ? ഇനി മാന്യമായി ശമ്പളം കൊടുത്തുകൂടെ? അത് അതിനുവേണ്ടി ഇനി വേറെ കേരള ബാങ്ക് എന്തിനെയൊക്കെ ആശ്രയിക്കും? ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഏതായാലും മന്ത്രിയുടെ തള്ളുകൾ അസഹനീയമാകുന്നു. പ്രബുദ്ധരായ മലയാളികളെടുത്ത് ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയുന്നു അങ്ങേ ഉപദേശിച്ചു തരുന്ന ആരാണെങ്കിലും അവർ തെറ്റിപ്പോയി. KSRTCയിൽ ഇരുന്നയാളാണെന്ന് എനിക്കറിയാം. അദ്ദേഹം പഴയ കലാഭവനിലെ ഒരു മിമിക്രിക്കാരനാണ്. അത് നല്ലൊരു ജോലിയാണ്. പക്ഷേ അത് രാഷ്ട്രീയത്തിൽ ഇത്തരം കാര്യങ്ങളിൽ താങ്കളെ അവകാശനാക്കാനേ ഉപയോഗിക്കൂ എന്നാണ് വെൽഫെയർ അസോസിയേഷന് പറയാനുള്ളത്. Thank you.